അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോണത് എന്താ വെച്ചാൽ ഒരു ഇല്യൂഷൻ ആർട്ടാണ് കേട്ടോ. ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഡിഫിക്കൽട്ടായിട്ട് ഫീൽ ചെയ്യുമെങ്കിലും ചെയ്യാൻ ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു ആർട്ടാണ് കേട്ടോ. ഇത് എത്ര വരക്കാൻ അറിയില്ല എന്ന് പറഞ്ഞവർക്കും ഇത് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടി ഫസ്റ്റായിട്ട് നമ്മൾ ചെയ്യേണ്ടത് 8 സെൻറ്റിമീറ്ററിലുള്ള ഒരു സ്ക്വയർ വരക്കുകയാണ് കേട്ടോ. അതിനുശേഷം 4 സെൻറ്റിമീറ്റർ രണ്ട് സൈഡിലും ജസ്റ്റ് അടയാളപ്പെടുത്തിയിട്ട് ആ ഒരു ലൈന് ഫില്ല് ചെയ്യുക. അതുപോലെ തന്നെ മുകളിലും താഴെയും 4 സെൻറ്റിമീറ്റർ അടയാളപ്പെടുത്തിയിട്ട് ആ ലൈനും കൂടെ ഒന്ന് കൂട്ടി യോജിപ്പിക്കുക കേട്ടോ, ആ 2 പോയിൻറ്റുകൾ. അതിനുശേഷം നമുക്ക് ചെയ്യേണ്ടത് എന്താ വെച്ചാൽ 2 സൈഡിൽ നിന്നും 1 സെൻറ്റിമീറ്റർ വീതം അടയാളപ്പെടുത്തുകയാണ് കേട്ടോ. ഫസ്റ്റ് താഴെയും മേലെയും അടയാളപ്പെടുത്തിയതിന് ശേഷം അതും ഇതുപോലെ തന്നെ താഴേക്ക് ലൈൻസ് ആയിട്ട് 1 സെൻറ്റിമീറ്ററിൽ ജസ്റ്റ് വരച്ചു കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഒരു കോമ്പസും ഒരു പെൻസിലും എടുത്തിട്ട് ജസ്റ്റ് ഒരു സർക്കിൾ ഈ ഒരു 1 സെൻറ്റിമീറ്റർ ലൈന് വരച്ചതിൻ്റെ ഉള്ളിൽ വരച്ചു കൊടുക്കുക, അതിന് പുറത്ത് പോകാൻ പാടില്ല. അതിനുശേഷം നമ്മൾ ജസ്റ്റ് മുകളിൽ 1 സെൻറ്റിമീറ്റർ 1 സെൻറ്റിമീറ്റർ 1 സെൻറ്റിമീറ്റർ അങ്ങനെ അടയാളപ്പെടുത്തി കൊടുക്കുക. അതുപോലെ തന്നെ താഴെയും ലൈക്ക് 1 സെൻറ്റിമീറ്റർ 1 സെൻറ്റിമീറ്റർ 1 സെൻറ്റിമീറ്റർ അങ്ങനെ അടയാളപ്പെടുത്തി കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇത് കൂട്ടി യോജിപ്പിച്ച് വരക്കണം. ബട്ട് ഈ ഒരു സർക്കിളിൻ്റെ ഉള്ളിലേക്കാവാൻ പാടില്ല, ഇതിൻ്റെ പുറത്ത് വരെയാണ് നമ്മൾ ഈ ഒരു ലൈൻസ് വരച്ചു കൊടുക്കാൻ പാടുള്ളൂ. അങ്ങനെ ഈ ഒരു സർക്കിളിൻ്റെ ഉള്ളിലേക്കാവാതെ ലൈൻസ് 1 സെൻറ്റിമീറ്ററിൽ ഇങ്ങനെ താഴേക്കും മേലക്കും ഒക്കെ വരച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു സർക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നത്. ഇനി ഈ സർക്കിളിൻ്റെ മേലെ നമ്മൾ ജസ്റ്റ് പെന്നുകൊണ്ട് വരച്ചിട്ട് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് അവിടെ വെക്കാൻ പോവുകയാണ് കേട്ടോ. അതിനുശേഷം നമുക്ക് ചെയ്യേണ്ടത് 2 സൈഡിലും 1 സെൻറ്റിമീറ്റർ വീതം അടയാളപ്പെടുത്തി കൊടുക്കുക. നേരത്തെ നമ്മൾ മുകളിലും താഴെയും ചെയ്ത പോലെ തന്നെ 2 സൈഡിലും 1 സെൻറ്റിമീറ്റർ വീതം അടയാളപ്പെടുത്തി കൊടുക്കുക. ഒരു സൈഡിൽ ചെയ്തതിന് ശേഷം മറ്റേ സൈഡിലും അതുപോലെ തന്നെ ചെയ്തിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ ഇത് രണ്ടും കൂട്ടി യോജിപ്പിച്ച് വരക്കുക. ഈ ഒരു സർക്കിളിൻ്റെ അടുത്തെത്തുമ്പോൾ നമ്മൾ സർക്കിളിൻ്റെ ഉള്ളിലേക്ക് ലൈൻസ് പോവാതെ അതിൻ്റെ പുറത്തേക്ക് മാത്രം ലൈൻസ് വരുന്ന രീതിയിൽ വരച്ചു കൊടുക്കുക കേട്ടോ. അങ്ങനെ അവിടെ ഫുള്ള് കോളംസ് ആയിട്ട് കിട്ടും. അതിനുശേഷം നമ്മൾ ഈ ഒരു സർക്കിളിൻ്റെ ഉള്ളിലാണ് വരച്ചു കൊടുക്കുന്നത്. ഒരു കർവ് ഷേപ്പിലുള്ള ഇതുപോലെയുള്ള ഒരു കർവ് ഷേപ്പ് വരച്ചു കൊടുക്കുക. അതേപോലെ തന്നെ താഴെയും ഇതുപോലെയുള്ള ഒരു കർവ് ഷേപ്പിൽ വരുന്ന ഒരു ലൈന് വരച്ചു കൊടുക്കുക. എന്നാൽ മാത്രമാണ് അതൊരു ബോളായിട്ട് ഫീൽ ചെയ്യുള്ളൂ. അതിനുശേഷം നമ്മൾ ഇതിലൊക്കെ കളർ ചെയ്യാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ബ്ലാക്ക് മാർക്കർ യൂസ് ചെയ്തിട്ടാണ് കളർ ചെയ്യുന്നത് കേട്ടോ. ഫസ്റ്റ് കോളത്തിൽ നമ്മൾ ബ്ലാക്ക് കൊടുത്തു, സെക്കൻഡ് കോളം പ്ലെയിൻ ആക്കിയിട്ടിട്ട് തേർഡ് കോളം ബ്ലാക്ക് ആക്കി ഇതുപോലെ ഒരു ചെസ് ബോർഡ് പോലെ നമ്മളത് ഫില്ല് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ ഈ സർക്കിളിൽ ഇതുപോലെ തന്നെ നമ്മൾ 1 സെൻറ്റിമീറ്ററിൽ വരച്ചു കൊടുത്ത പോലെ തന്നെ നമുക്ക് വേർട്ടിക്കലായിട്ടുള്ള ലൈൻസ് വേണം. അതാണ് ഇനി ചെയ്യാൻ പോകുന്നത് കേട്ടോ. ബുക്ക് ഞാൻ തിരിച്ച് പിടിച്ചുകൊണ്ടാണ് നിങ്ങൾക്ക് ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ലൈന് പോലെ ഫീൽ ചെയ്യുന്നത്, പക്ഷെ ശരിക്കും അത് വേർട്ടിക്കലായിട്ടുള്ള ലൈൻസാണ് കേട്ടോ. ഇതും ജസ്റ്റ് ഒന്ന് ഒരു കർവ് ഷേപ്പ് ചെറുതായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഫിനിഷിങ് കിട്ടും. ഇനി നമുക്ക് അതിൻ്റെ ഉള്ളിലും ഇതുപോലെ തന്നെ ഇതുപോലെ കളർ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു പിക്ചറാവും. ഇനി ഈ ഒരു പിക്ചറിന് ഒരു ജീവൻ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഒരു പെൻസിൽ കൊണ്ട് ഒരു ഷെയ്ഡിങ്ങും കൂടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ സെറ്റാണ്. അപ്പോൾ ഇതാണ് നമ്മളെ ഫൈനൽ ലുക്കായിട്ട് വരുന്നത്. നിങ്ങൾക്ക് ഒരു ഇല്യൂഷനായിട്ടൊക്കെ തോന്നുന്നില്ലേ ഈ ഒരു ആർട്ട് കണ്ടിട്ട്? നിങ്ങൾക്ക് എന്താ ഫീൽ ചെയ്യുന്നത് വെച്ചാൽ അത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.